നിയമം ലംഘിച്ച് ഫുട്പാത്തിലൂടെ കടന്നുവന്ന ഇരുചക്രവാഹനം തടഞ്ഞ വയോധികയെക്കുറിച്ചാണ് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തത്. കോഴിക്കോട് എരഞ്ഞിപ്പാലം സ്വദേശി പ്രഭാവതിയമ്മയാണ് സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്ത ആ താരം. തെറ്റ് കാണുമ്പോൾ പ്രതികരിക്കുന്നത് ഇതാദ്യമായല്ലെന്നാണ് പ്രഭാവതിയമ്മ പറയുന്നത്. രമ്യദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ിലൂടെ കടന്നു വന്ന ഒരു ബൈക്ക് യാത്രികനെ തടഞ്ഞു നിർത്തി താരമായൊരു അമ്മയുണ്ട് കോഴിക്കോട്ട്. ഇന്ന് പ്രഭാവതി അമ്മയാണ് നമ്മളോടുകൂടി. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വളരെ വൈറലായ ഒരു വീഡിയോ കൂടിയാണത്. ഇന്ന് പ്രഭാവതി അമ്മയാണ് നമ്മളോട് കൂടെ അതിഥിയായി ചേരുന്നത്. അമ്മേ, എന്താണ് ഉണ്ടായത്? കാരണം വളരെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വളരെ പ്രചാരം നേടിയൊരു വീഡിയോ ആണ് അമ്മയുടെ. എന്താ ഉണ്ടായത്? എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ബൈപ്പാസിൽ എപ്പോഴും ട്രാഫിക് ജാമാണ്. ഇത് ഈ റോഡ് ഓപ്പണായ ഇതിപ്പം വളരെ കുറച്ച് കാലങ്ങളായിട്ട് വളരെ തിരക്ക് പിടിച്ചൊരു ഇതാണ്. അപ്പോൾ പലപ്പോഴും ഇവിടെ ട്രാഫിക് ജാം ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു 2 വീലേഴ്സ് മൊത്തം ഇതിലൂടെയാണ് പോവുക. അപ്പം ഞങ്ങളെന്താ വീടാണ്, നമുക്ക് ഇവിടേക്കാണ് ഇറങ്ങേണ്ടത്, എന്തെങ്കിലും ഷോപ്പിൽ പോകണത്. അപ്പം ഞാൻ എപ്പോഴും പ്രതികരിക്കാറുണ്ട്. പ്രതികരിച്ച് പലപ്പോഴും എല്ലാവർക്കൊക്കെ അറിയാം, വഴക്ക് വാക്കിയിട്ടിട്ടുണ്ട്, ഭീഷണി എല്ലാം ഉണ്ട്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫൈൻ അടയ്ക്കുക, ക്ലാസ്സിലിരുത്താന്ന് മാത്രമേ ഉള്ളൂ. അത് അവർ പറയുകയും ചെയ്തു. പിന്നെ അവിടുന്ന് തിരുവനന്തപുരത്ത് അവർ വിളിച്ചിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിന് അടിയുണ്ടാക്കാനൊന്നും പോകണ്ട, ഫോട്ടോ എടുത്ത് അയച്ചെന്നാൽ മതി. ചിലപ്പോൾ നമുക്കിത് ഫോട്ടോ അടിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല മനസ്സിൽ, അന്നേരം അത് പോകും. പക്ഷേ ഇപ്പോൾ ഇതിനെ തുടർച്ചയായിട്ട് ഞങ്ങൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ വന്ന ആളുകൾ പറയുകയും ചെയ്തു. ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകാനൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോകുമ്പോഴൊക്കെ. അപ്പം ഇത് സ്ഥിരമാണ്. ഇപ്പോൾ ദിവസങ്ങൾ ഇത് സ്ഥിരമാണ്. മറ്റൊരിടക്കൊക്കെ ഇരുന്നു എന്ന് പറയാം, അപ്പം വളരെ കൂടുതലാണ്. അത് അവരൊരു അവകാശം പോലെയാണ് അവർ പോകുന്നത്. അപ്പോൾ 2 ദിവസം മുമ്പേ ഉണ്ടായി ഒരു പ്രതികരണം. ഇതിപ്പോൾ മെഞ്ഞാന്ന് ഞാൻ ഇവിടുന്ന് എനിക്കൊരു കാശ് കൊടുക്കാൻ പോകാനുണ്ടായിരുന്നു അവിടെ കടയിൽ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും, ഉച്ചക്കാണ്. അപ്പോൾ ഇയാളിങ്ങനെ വരുന്നു, ഞാനിങ്ങനെ പോവുകയാണ്, അയാളിങ്ങനെ വരുന്നു. അപ്പോൾ എന്നോട് മാറാൻ പറയുന്നു. ഫുട്പാത്തിൽ പോകുന്ന ഒരാളോട് ആ ബൈക്കുകാരൻ പറയുകയാണ്, സ്കൂട്ടറാണെന്ന് തോന്നുന്നു, എനിക്ക് ബൈക്കല്ലാന്ന്, മാറാൻ പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ എങ്ങോട്ട്, അത് റോഡല്ലേ, ഇത് എൻ്റെ വഴിയാണല്ലോ. അപ്പോൾ അയാളിങ്ങനെ വണ്ടി ചരിച്ചിട്ട് എന്നോട് ഇതിലേ പൊക്കോളൂ എന്ന് പറയും. അത് എൻ്റെ വഴി ഇതാണ്, ഞാനിതിലേ പോകും, നിങ്ങൾക്ക് ഇതിലെ വഴിയില്ല. അപ്പോൾ നിങ്ങൾ നിയമം പറയണോ? കുറച്ച് തർക്കം പറഞ്ഞപ്പോൾ നിങ്ങൾ നിയമം പറയണോ? ഞാൻ പറഞ്ഞു നിയമത്തിൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക് പോവാണ്, നിങ്ങൾ മാറിയേ മതിയാവുമെന്ന് പറയും. അപ്പോൾ അയാളിങ്ങനെ എന്നോട് തർക്കിക്കാൻ, ഇയാൾക്ക് ഇതിലെ തന്നെ പോകണം എന്നുള്ളതിൽ എന്താ തിരക്കല്ല, അങ്ങനെ എന്തൊക്കെയോ പറയുന്നില്ല അയാൾ. അപ്പം ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇയാൾ തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് അത് കാണാമല്ലോ, വീഡിയോ കാണാം. അപ്പോൾ ഞാൻ അയാളൊരു നമ്പർ എടുക്കണം ഈ വണ്ടിയുടെ, കൂടുതൽ തർക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ എടുത്തപ്പോൾ അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ പിന്നോട്ടെടുത്തു. അല്ല, വളയ്ക്കണം എന്ന് പറഞ്ഞു ഇവിടെ. അപ്പോൾ നിങ്ങൾ മാറി നിൽക്കണം വളയ്ക്കാൻ. ഞാൻ പറഞ്ഞു അല്ല, ഇതിൽ നിങ്ങൾ പുറകോട്ടെടുത്താൽ മതി, നിങ്ങൾ വന്ന വഴിക്ക് തന്നെ പോകണം. അങ്ങനെ അയാൾ പിന്നെ അവസാനം രക്ഷയില്ലാതെ അയാൾ പുറകോട്ടെടുത്തപ്പോൾ അയാൾ പിന്നെ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ പോയി. പക്ഷേ ഇത് ഇവിടെ അന്ന് ഭയങ്കര ട്രാഫിക് ജാമാണ്. ഇവിടെ രാവിലെ മുതൽ ഭയങ്കര ട്രാഫിക് ജാമുണ്ട്. അപ്പോൾ ഏതൊരു റീൽ എടുക്കുന്ന ആൾ ഇതിൻ്റെ മുകളിൽ ഈ ജാം ഇതെടുക്കാൻ വേണ്ടി അയാൾ റീൽ പിടിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ അയാൾക്കൊരു നല്ല വീഡിയോ ഇത് കിട്ടി. അത് ഞാൻ പറഞ്ഞത് അറിയില്ല. അപ്പം എല്ലാവരും അങ്ങോട്ട് നോക്കി കണ്ടപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ റീലാണ് അമ്മയെ വൈറലാക്കിയത്. ഇതിന് മുൻപേ അമ്മ പറയുന്നു ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട് ഇത്തരം. അപ്പോൾ പരാതി കൊടുത്താൽ എൻ്റെ ഫൈൻ വാങ്ങുക, അവൻ്റെ ക്ലാസ്സിൽ അത്രയേ ഉള്ളൂ. അതായത് ഇത്ര നിത്യസംഭവമാണ് കോഴിക്കോട് ഇത്തരത്തിൽ. ഒരു ഹിന്ദുവിൽ വാർത്ത വന്നല്ലോ, കഴിഞ്ഞ ആഴ്ച വാർത്ത വന്നിട്ടുണ്ട് ഹിന്ദുവിൽ. അപ്പം നമ്മൾ ഈ ഫോട്ടോ കൊടുത്തത് വാർത്ത ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടെന്നാണ് പറയുന്നത്. കോഴിക്കോട് പ്രത്യേകിച്ചും കാൽനട യാത്രക്കാർക്ക് വഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല. അത് എന്നോട് ഞങ്ങൾ അയൽക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു. അപ്പം ഞാൻ ഇന്നാണ് ഞങ്ങൾ അയൽക്കൂട്ടാണ്, ഇന്നാണ് ശരിക്കും വേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ അതിൽ ചർച്ച ചെയ്യണം, നമുക്കിത് റെപ്രസെൻ്റ് ചെയ്യണം, കമ്മീഷണർക്ക് നേരിട്ട് പരാതി കൊടുക്കണം എന്നൊക്കെ ഞാൻ കണക്കൂട്ടിയിരുന്നതാണ്. അപ്പോഴാണ് ഇത് വന്ന് വീണത്. സ്വാഭാവികമായിട്ട് ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ വീഡിയോയിൽ. ആ ഫോൺ എടുത്ത നമ്പർ മാത്രം, അതായത് വീഡിയോ എടുക്കാനായിട്ട് ശ്രമം നടത്താറുണ്ടോ? ഇങ്ങനെ ഞാൻ എൻ്റെ ഫോണിൽ കാണാം, പക്ഷേ എൻ്റെ ഫോണിൽ വളരെ ദരിദ്രവാസിൻ്റെ ഒരു ഫോണാണ്. അപ്പോൾ അത് പൊട്ടി നാശമായിട്ടുണ്ട്, വീഴലുണ്ട്. നമ്മൾ പ്രായമുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ടാണ് ഈ ബാഗ് കൊണ്ട് നടക്കുന്നത്. ചിലപ്പോൾ ബാഗിലേക്ക് ഇടുമ്പോൾ താഴ്ത്തു വീഴും. അപ്പോൾ അന്ന് ഒരു ചങ്ങായി എൻ്റെ ഫോണ് തട്ടി തെറിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ. അതോടുകൂടി കുറേ പണി കഴിഞ്ഞ് തീർന്നുണ്ട്. പിന്നെ അത്രയും പഴക്കമുണ്ട്, അതുകൊണ്ട് ഇത് റീലൊന്നും അധികം സൂക്ഷിച്ച് വെക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പരാതിയായിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ടോ? മീഡിയക്കോ അങ്ങനെ എന്തെങ്കിലും പരാതി? മീഡിയക്കൊന്നും കൊടുത്തിട്ടില്ല. കാരണം ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു മൂഡിലല്ല. ഞാനൊരു ഒറ്റപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ കുറേ പ്രയാസങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ പ്രതികരിച്ച് ഞാൻ ഉണ്ടായിരുന്നു, സമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്, സാമൂഹിക പ്രവർത്തകയൊക്കെ ആയിരുന്നു. അമ്മ എന്താ ഇപ്പോൾ ചെയ്തിരുന്നത്? പൊളിറ്റിക്സിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പോൾ പറയണ്ടല്ലോ. അതായത് ഞാൻ 73 മുതലുണ്ട് പൊളിറ്റിക്സിൽ.
ഞാൻ ഇവിടുത്തെ കേരള മഹിളാ ഫെഡറേഷൻ, അതായത് ഗൗരവ സെക്രട്ടറി ആയിരിക്കുന്ന അതിലുണ്ടായിരുന്നു. അതായത് CPM-ൻ്റെ മഹിളാ സംഘടന, അതായത് കോഴിക്കോട് താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അത് ചേഞ്ച് ചെയ്ത് കേരള മഹിളാ അസോസിയേഷൻ, അതായത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആയപ്പോൾ അതിൻ്റെ ഇവിടുത്തെ കോഴിക്കോട് ഏരിയ സെക്രട്ടറി ആയിരുന്നു, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അവർക്കൊക്കെ എന്നെ അറിയാം, അഡ്വക്കേറ്റ് സതീദേവി അവർക്കൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ സാമൂഹ്യ രംഗത്തും എല്ലാം പൊതുവെ ഇത്തരം ഇതിലൊക്കെ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഇത് മാത്രമല്ല, ബസ്സിൽ സീറ്റിന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, അവിടെ എപ്പോഴും നിരത്തുന്നത് ഞാൻ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഓട്ടോ കൊണ്ടില്ലേ പാർക്കിംഗ്, അവിടെ കൊണ്ടുപോയി സ്കൂട്ടർ, ഇപ്പോൾ അവർ പറയുന്ന റോഡ് നന്നാക്കാനുള്ളതുകൊണ്ട് ആരോടെങ്കിലും നമ്മൾ ഇപ്പോൾ പറയാതെ ഞാൻ പറയുന്നില്ല. അതിപ്പോൾ റോഡിൻ്റെ പണിയല്ലേ, അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണ് പറയാം. ഇപ്പോൾ അമ്മ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സമൂഹം ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇല്ലാന്ന് തോന്നുന്നു. നിങ്ങളല്ലേ, നമുക്കറിയില്ലേ, ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള തലമുറ എന്ന് പറയുന്നത് നിങ്ങളുടേതായ സ്വന്തം സാഹചര്യത്തിന് വേണ്ടി ഒരു പക്ഷേ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടാവാം. പക്ഷെ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ അങ്ങനെ പ്രതികരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയില്ല എന്നാണ്. അല്ലേ, നിങ്ങളൊരു സമൂഹത്തിൻ്റെ ഒരു മൊത്തം ആവശ്യത്തിന് വേണ്ടി അതൊരു സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വരും. പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോൾ പറഞ്ഞ പോലെ എന്തിനാ ഈ വയ്യാവിലേക്ക് പോയിരുന്നത്, അതിൽ പോയിട്ട് ഞാൻ അതിൻ്റെ സാക്ഷി പറയാൻ പോകണം, അല്ല അതിനിത് പോകണം, അത് വേണ്ടല്ലോ, നമ്മളെ വാട്ടിന് പോകാം എന്നുള്ള ധാരണയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നടക്കും, ഇതിനൊന്നും ഒരു അവസാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഒരു പരിഹാരം ഉണ്ടാവുന്ന പ്രശ്നങ്ങളല്ല എന്നൊക്കെ ഉണ്ടാവുമല്ലോ ചിന്തകൾ. അതുകൊണ്ടായിരിക്കാം ഇത്രയും ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ താരം അമ്മയായിരുന്നു. വളരെ നിരവധി ഇത്തരം സാമൂഹിക പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെല്ലാം പ്രതികരിക്കുന്ന ഒരു അമ്മ കൂടിയാണ്. എന്തായാലും അമ്മയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ സന്തോഷിനൊപ്പം രമ്യ ദാസ്, ജനം.